Assalamualaikum friends, Ramzan Mubarak and welcome back to my channel. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചാനലിൽ റംസാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പോക്കറ്റ് ഷവർമയിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഓണിയന്, പിന്നെ ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ വേണ്ടത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. പിന്നെ ഇവിടെ ബ്രെഡ് ക്രംസ്, പിന്നെ കുറച്ച് മയോണീസ്, ചിക്കന്. ഇത് നമുക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. ഞാനങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡാക്കി അതിലേക്ക് ചിക്കൻ ആഡാക്കി അതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന മയോണീസ് ആഡാക്കി കൊടുത്ത് ഞാൻ ആക്ച്വലി ഒക്കെ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് മിസ്സായി പോയി. അതുകൊണ്ട് എല്ലാം ചേർത്തിക്കൊണ്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് എഗ്ഗിലേക്ക് നമ്മൾ ബ്രെഡ് 2 എണ്ണത്തിന് ചേർത്തിട്ട് എഗ്ഗിൽ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ചേർത്ത് കൊടുത്തിട്ട് അതിനെ സൈഡിലേക്ക് വെക്കാം. അതേപോലെ എല്ലാ ബ്രെഡ്സും ഒന്ന് നമുക്ക് ആദ്യം എഗ്ഗിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കതൊക്കെ സൈഡാക്കി വെക്കാം. അങ്ങനെ നമ്മളുടെ ബ്രെഡൊക്കെ ബ്രെഡ് ക്രംസിൽ മുക്കി മുട്ടയിൽ ആദ്യം മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിൽ നമുക്ക് ഈ ബ്രെഡിനാണ്ട് മുക്കി കൊടുക്കാം. അങ്ങനെ ഇതാ ഡീപ്പ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിലായി വരുമ്പോൾ നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തോളി. അപ്പോൾ നമുക്ക് ഇതിനെ നടുക്കുന്നിങ്ങോട്ട് കട്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ പോക്കറ്റ് ഷവർമയിലേക്ക് നമ്മളുടെ മിക്സ്ചർ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാനും സമയമായി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് കെച്ചപ്പിലും കഴിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മയോണീസ് കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.